IT വ്യവസായത്തിന് കേരളത്തിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യാന്തര IT കമ്പനിയായ സോഹോ കോർപ്പറേഷന്റെ ഇന്ത്യയിലെ രണ്ടാമത്തെ IT ക്യാമ്പസ് കൊട്ടാരക്കര നെടുവത്തൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആദ്യഘട്ടത്തിൽ 250 പേർക്കാണ് ഇവിടെ ജോലി ലഭ്യമാകുക. 6000 കോടി രൂപയുടെ നിക്ഷേപമാണ് സ്റ്റാർട്ടപ്പുകൾ മുഖേന കേരളത്തിലെത്തിയത്. 900-ലധികം ആശയങ്ങൾക്ക് പ്രാരംഭഘട്ട ധനസഹായമായി 50 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടപ്പുകളിൽ നിന്നും ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സർക്കാർ വകുപ്പുകൾക്ക് നേരിട്ട് വാങ്ങുന്നതിനുള്ള പരിധി 20 ലക്ഷത്തിൽ നിന്നും 50 ലക്ഷമാക്കി ഉയർത്തി. 151 സ്റ്റാർട്ടപ്പുകൾക്ക് 32 കോടി രൂപയുടെ പ്രൊക്യൂർമെന്റ് ലഭിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഉൾപ്പെടെ വിവിധ കമ്പനികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിന്റെ പ്രഖ്യാപനവും നിർവഹിച്ചു. അവരുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ പിന്തുണയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും അറിയിക്കും. ഇവിടെ തുടക്കത്തിൽ 25 ജീവനക്കാർ ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു സംരംഭമായി സോഹോ കോർപ്പറേഷൻ ഇത് വികസിപ്പിക്കും എന്നുമാണ് അപേക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇൻഡസ്ട്രിയൽ പാർക്കും ഗവേഷണ കേന്ദ്രവും സ്ഥാപിക്കുന്നതിന് സോഹോ കോർപ്പറേഷൻ സർക്കാരുമായി കൈകോർത്തു. കൊട്ടാരക്കര സോഹോയിൽ ആദ്യഘട്ടത്തിൽ 250 പേർക്ക് ജോലി ലഭ്യമാക്കും. വൻ നഗരങ്ങൾ കൂടാതെ ഗ്രാമ ചെറുപട്ടണങ്ങളിലെ തൊഴിൽ നൈപുണ്യമുള്ളവരുടെ സേവനം IT മേഖലയിൽ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ മുന്നിട്ടാണ് പദ്ധതി കേരളത്തിലെത്തിച്ചത്. റോബോട്ടിക്സ്, നിർമ്മിത ബുദ്ധി മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പുതുസംരംഭങ്ങളുടെ പ്രവർത്തനം. ചടങ്ങിൽ കൊടിക്കുന്നിൽ സുരേഷ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, ISRO മുൻ ചെയർമാൻ ഡോക്ടർ സോമനാഥ്, IT സെക്രട്ടറി ശ്രീറാം സാംബശിവറാവു, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO അനൂപ് അംബിക, സോഹോ കോർപ്പറേഷൻ CEO ശൈലേഷ് കുമാർ ധാവെ, സഹസ്ഥാപകരായ ശ്രീധർ വെമ്പു, ടോണി G തോമസ്, R&D സെന്റർ പ്രിൻസിപ്പൽ റിസർച്ചർ ഡോക്ടർ ജയരാജ് പോരൂർ, പ്രോഗ്രാം മാനേജർ മഹേഷ് ബാല തുടങ്ങിയവർ പങ്കെടുത്തു. സർക്കാരിന് എല്ലാ കാര്യവും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം. ധാരാളം സംരംഭങ്ങൾ ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് പ്രവർത്തിയെടുക്കുന്ന പുതിയ സ്റ്റാർട്ടപ്പുകളും പുതിയ കമ്പനികളും അവരെല്ലാം നമ്മുടെ നാട്ടിൽ ആ പ്രവർത്തിയെടുക്കുന്നതിന് വേണ്ടി തയ്യാറാവേണ്ടതുണ്ട്. അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 9 വർഷക്കാലമായി ബഹുമാനായ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്നതാണ്. നല്ല റോഡുകളും നല്ല വിമാനത്താവളങ്ങളും നല്ല ആശുപത്രികളും നല്ല സ്കൂളുകളും ഗവേഷണ കേന്ദ്രങ്ങളും എല്ലാം നമ്മുടെ നാട്ടിലുണ്ടാവുന്നു. അതുപോലെ സാധാരണക്കാർക്ക് അടിസ്ഥാന സൗകര്യം കൊടുക്കാനുള്ള സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം മുതൽ ചികിത്സാ സൗകര്യം വരെയുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.